പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18. പ്രധാന വാർത്തകൾ. ഒമാൻ കൃഷിക്കൂട്ടം ബുറൈമി ഇന്ത്യൻ സ്കൂളുമായി സഹകരിച്ച് ഇത്തവണയും സ്കൂളിൽ കൃഷിയിറക്കി. ഡിസംബർ 14 പ്രിൻസിപ്പൽ ശാന്തകുമാർ ദേസരിയുടെ സാന്നിധ്യത്തിൽ ഒമാൻ കൃഷിക്കൂട്ടം ബുറൈമി അഡ്മിൻസായ നിഷാദ്, ശ്രീജിത്ത്, ധന്യ, ഷിമ എന്നിവരുടെ നേതൃത്വത്തിൽ വിത്തുകൾ പാകിയും തൈകൾ നട്ടും ഈ വർഷത്തെ കൃഷി ആരംഭം ആഘോഷമാക്കി. ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ 87% തൊഴിൽ ലക്ഷ്യം കൈവരിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സർക്കാർ സ്വകാര്യ മേഖലകളിലൂടെയാണ് ഇത്തരം ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ഒമാനി തൊഴിലന്വേഷകരെ തൊഴിൽ ശക്തിയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ തൊഴിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മുന്നേറ്റത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 13,050 തൊഴിലന്വേഷകരിൽ 10,000 പേർക്ക് സർക്കാർ മേഖലയിൽ ജോലി നൽകാൻ കഴിഞ്ഞതായി മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. പുതിയ റോളുകളിലേക്കോ അല്ലെങ്കിൽ മുമ്പ് പ്രവാസികൾ വഹിച്ചിരുന്ന ജോലിയിലേക്കോ ആണ് ഇവരെ നിയമിച്ചത്. സ്വകാര്യ മേഖലയിൽ 11,165 പേർക്ക് ജോലി ലഭിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഒമാനിൽ പ്രഖ്യാപിച്ച പൊതു അവധി കടന്നുപോകുന്നത് ആഘോഷവും ആരവവുമില്ലാതെ. തിങ്കളാഴ്ച വരെ 3 ദിവസത്തെ അവധിയാണ് രാജ്യത്ത് നൽകിയത്. പൊതു അവധി കാരണം സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. റോഡുകളിലും മറ്റും തിരക്ക് തീരെ കുറവായിരുന്നു. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും തിരക്ക് അനുഭവപ്പെട്ടു. ഒമാനിൽ സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനം വന്നത്. എന്നാൽ അപ്പോഴേക്കും വാരാന്ത്യ അവധി കഴിഞ്ഞ് പലരും ഞായറാഴ്ച ഓഫീസിലും ജോലിസ്ഥലത്തും പോവാനുള്ള തിരക്കിലായിരുന്നു. അതിനാൽ 2 ദിവസം അവധി ലഭിച്ചിട്ടും പലരും വീടുകളിലും താമസയിടങ്ങളിലും തങ്ങുകയായിരുന്നു. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അവധിയായതിനാലാണ് പലരും പുറത്തിറങ്ങലും വിനോദയാത്രകളും ഒഴിവാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ റീറ്റെയിലറായ ലുലു ഗ്രൂപ്പ് ഒമാനിലെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കും. ഒമാൻ ഭരണാധികാരിയായതിനു ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തിയ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഇതറിയിച്ചത്. ഡൽഹിയിലെ ലീല പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ പ്രവർത്തനങ്ങളെപ്പറ്റി യൂസുഫ് അലി ഒമാൻ സുൽത്താന് വിവരിച്ചു. നിലവിൽ 36 ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളുമാണ് ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഉള്ളത്. സീനിയർ മാനേജ്മെന്റ് ഉൾപ്പെടെ 3,500-ലധികം ഒമാൻ പൗരന്മാരാണ് ലുലു ഗ്രൂപ്പ് ഒമാനിൽ ജോലി ചെയ്യുന്നത്. ലുലു ഗ്രൂപ്പിന് ഒമാൻ ഭരണകൂടം നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും യൂസുഫ് അലി സുൽത്താന് നന്ദി അറിയിച്ചു. സൗദിയിൽ ബിസിനസ് പങ്കാളിയായിരുന്ന മലപ്പുറം സ്വദേശി തന്നെ വഞ്ചിച്ച് 27 കോടി രൂപ ബാധ്യത വരുത്തിവെച്ച് നാട്ടിലേക്ക് മുങ്ങിയതായി സൗദി പൗരന്റെ ആരോപണം. ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിലാണ് ജിദ്ദ അൽ റൗദയിൽ താമസിക്കുന്ന ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദൈബി തട്ടിപ്പിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സൗദി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് നിക്ഷേപക ലൈസൻസ് നേടി ബിസിനസ് ആരംഭിച്ച ആദ്യകാല മലയാളികളിൽ ഒരാളായിരുന്ന മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പള്ളിക്കൽ ബസാർ സ്വദേശിയായ എരമക വീട്ടിൽ പുതിയകത്ത് ഷമീലാണ് തനിക്ക് ബാധ്യത വരുത്തിവെച്ച് മുങ്ങിയതെന്ന് ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദൈബി ആരോപിക്കുന്നു. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ കോൺസുലാർ ക്യാമ്പ് സലാലയിൽ ഡിസംബർ 22 നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 3:30 വരെ സലാലയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിലായിരിക്കും ക്യാമ്പ് നടക്കുന്നത്. കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾ, പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റും ക്യാമ്പിൽ ലഭ്യമാകും. സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ തന്നെ ക്യാമ്പിൽ പങ്കെടുക്കാം. ക്യാമ്പിലെ വെൽഫെയർ ഓഫീസറോട് തൊഴിൽ പരാതികളും ഉന്നയിക്കാം. അംബാസഡറുടെ കമ്മ്യൂണിറ്റി ആൻഡ് വെൽഫെയർ ഉപദേഷ്ടാവ് പ്രദീപ് കുമാർ, എംബസി ഉദ്യോഗസ്ഥരായ ഷർമേഷ് ചക്രവർത്തി, അഫ്സൽ, മുഹമ്മദ് ഇബ്രാഹിം ഖാൻ എന്നിവരും ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സലാല കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു.
കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ മസ്കത്തിലെ കുവൈത്ത് എംബസി സന്ദർശിച്ചു. അമീറിന്റെ വിയോഗത്തിൽ തങ്ങളുടെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞു. രണ്ട് സഹോദര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദ ഉഭയകക്ഷി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് അമീറെന്ന് ചൂണ്ടിക്കാട്ടിയ സംഘം കുവൈത്ത് സഹപ്രവർത്തകർക്ക് ആശ്വാസവും പിന്തുണയും നൽകുകയും ചെയ്തു. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് മുഹമ്മദ് അൽ യൂസഫും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഫോറിൻ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഉപദേഷ്ടാവ് പങ്കജ് ഖിംജി ഇരുഭാഗത്തു നിന്നുമുള്ള നിരവധി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഗുജറാത്ത് സ്വദേശിയായ ഹിതേഷിന്റെ അപകടമരണ വാർത്ത മത്രയിലെ പ്രവാസികൾക്ക് നൊമ്പരമായി. കഴിഞ്ഞ ദിവസം രാത്രി വാദി കബീറിലുണ്ടായ വാഹനാപകട രൂപത്തിലാണ് ജിതേഷിനെ മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഹിതേഷ് ചെറുപ്പകാലം മുതൽക്കേ പഠിച്ചതും വളർന്നതും മസ്കത്തിൽ തന്നെയായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ മത്രാസൂക്കിലെ സുപരിചിത മുഖമായിരുന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശനം ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ കരുത്തിന് അടിവരയിടുന്നതാണെന്ന് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി വ്യക്തമാക്കി. ചരിത്രപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും ഉഭയകക്ഷി ബന്ധം വികസിപ്പിച്ചെടുക്കുന്നതിൽ പുതിയ ക്രിയാത്മകമായ ഘട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന പ്രധാന നാഴികക്കല്ലാണ് ഈ സന്ദർശനം. സഹകരണത്തിന്റെ നിരവധി അടിസ്ഥാന മേഖലകൾ തിരിച്ചറിയുന്ന സംയുക്ത കാഴ്ചപ്പാടോടെയാണ് സന്ദർശനം സമാപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ന്യൂഡൽഹിയിൽ നിരവധി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക വ്യാപാര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒമാനിൽ വിവിധ മേഖലകളിൽ ലഭ്യമായ നിക്ഷേപാവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ വ്യാപാരികളോട് സുൽത്താൻ നിർദ്ദേശിച്ചു. സാമ്പത്തിക വ്യാപാര വിഷയങ്ങളിലെ വീക്ഷണങ്ങൾ വ്യവസായികളും കൈമാറി. സുൽത്താനെ കാണാൻ സാധിച്ചത് വലിയ ബഹുമതിയാണെന്ന് പറഞ്ഞ വ്യവസായികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ച സഹായിക്കുമെന്നും പറഞ്ഞു. ഒമാനിലും കേരളത്തിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയ അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന സർവൈവൽ ത്രില്ലർ ചിത്രം രാസ്ത റിലീസിനൊരുങ്ങുന്നു. ഒമാനികളും മസ്കത്തിലെ മലയാളി മാധ്യമപ്രവർത്തകരും മലയാളി കലാകാരന്മാരും രാസ്തയിൽ അഭിനേതാക്കളായി എത്തുന്നുണ്ട്. ഇബ്രയിൽ നിന്നാരംഭിച്ച് റുബുഉൽ ഗാലി മരുഭൂമിയിലുമായാണ് ചിത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. മസ്കത്ത് KMCC മബേല ഏരിയ കമ്മിറ്റിയുടെ 10ാം വാർഷിക സമ്മേളനങ്ങളുടെ ഭാഗമായി ബിരിയാണി ഫിയസ്റ്റ 2023 എന്ന പേരിൽ ചിക്കൻ ബിരിയാണി പാചക മത്സരം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 29 വെള്ളിയാഴ്ച മബേലയിൽ നടക്കുന്ന മത്സരത്തിൽ ഒമാനിലെ എല്ലാ മലയാളികൾക്കും പങ്കെടുക്കാൻ അവസരം ലഭിക്കും. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതുചരിത്രം തീർത്ത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് സമാപനമായി. മസ്കത്തിലെത്തിയ സുൽത്താനെ റോയൽ പ്രൈവറ്റ് എയർപോർട്ടിൽ ക്യാബിനറ്റ് കാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സഈദിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മസ്കത്തിനും ന്യൂഡൽഹിക്കുമിടയിൽ സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയുമാണ് സുൽത്താൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ലക്ഷ്യമിട്ട് ഒരു സുപ്രധാന കരാറിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. സംസ്കാരം, ആശയവിനിമയം, വിവരസാങ്കേതിക വിദ്യ, സാമ്പത്തിക വിവരങ്ങളുടെ കൈമാറ്റം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കരാറിലും ധാരണയിലും എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.